കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് യു.കെയിലെ PR അപ്ഡേറ്റ്സുകളെ പറ്റിയുള്ള വിവരങ്ങൾ. അത് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രപ്പോസൽ മാത്രമാണ്. അത് ശരിക്കും ലോ ആകുമോ, അല്ലെങ്കിൽ അത് മുൻകാല പ്രാബല്യത്തോടെയാണോ വരുന്നത് എന്നൊന്നും ഗവൺമെൻറ് ഇതുവരെ അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ നമുക്ക് തന്നിട്ടില്ല. ഒരുപാട് പേര് നമ്മുടെ സഹോദരന്മാർ അതോർത്ത് വിഷമിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഒരു പ്രവാസ ജീവിതം ചൂസ് ചെയ്യുന്നത് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമോ ഉയർന്ന ജീവിത നിലവാരം ഒക്കെ നോക്കിയായിരിക്കും. അങ്ങനെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു മുൻകാല പ്രാബല്യത്തോടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്നെ പോലത്തെ മില്യൺസ് ഓഫ് ആൾക്കാരെ ആയിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് നിയമങ്ങളൊക്കെ വരുത്തി സാലറി ത്രഷോൾഡ് ഉണ്ടാക്കി. പക്ഷെ അതൊന്നും ഇവിടെയുള്ള ആളുകളെ അഫക്റ്റ് ചെയ്തിരുന്നില്ല. നമുക്ക് പ്രതീക്ഷിക്കാം ഇതും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ സമയത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ മാനസികാരോഗ്യമാണ്. കാരണം നമ്മൾ ലോണും കടവും ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഇവിടെ നിൽക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തത്തേ ഉള്ളൂ. കാരണം എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഈ ന്യൂസ് വന്നതിന് ശേഷം ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. കാരണം അവർ ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ട് ഒരു വർഷം പോലും ആവാത്ത ആളുകളുണ്ട്, സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ആൾക്കാരുണ്ട്. അപ്പം ശരിക്കും അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനോധൈര്യം കൈവിടാതെ ഈ കാണുന്ന ന്യൂസുകളൊക്കെ അതൊക്കെ വെറും ഒരു വാർത്തകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംയമനം പാലിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ ഇരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക.